സ്ട്രെസ് വിത്ത് ദ പാർട്ട്ണർ, വിത്ത് ദ പാരൻസ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ഇന്റേണൽ ബാഗേജിൽ ആയിട്ട് നമ്മുടെ ഈ സ്ട്രെസ് ആയിട്ട് നമുക്ക് ഹെവി ആയിട്ട് നമ്മൾ ക്യാരി ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ വാല്യൂസ്, നമ്മുടെ ഒരു മനുഷ്യനെ ലീഡ് ചെയ്യുന്നത് അവരുടെ വാല്യൂസ് ആണ്. ഇത് നമ്മൾ ഫോർവേഡ് ചെയ്യാറുണ്ട്, മീൻസ് നമ്മൾ നെക്സ്റ്റ് ജനറേഷൻസിലേക്കൊക്കെ. നമ്മളൊരു കരിയർ ബിൽഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു കരിയർ പ്രോഗ്രഷൻ ഇല്ലെങ്കിൽ അതൊരു സ്ട്രെസ്സാണ്. ഈ മൈഗ്രെയിൻ ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവുകയാണ്, ഈ സ്ട്രെസ്സിന്റെ ഭാഗമല്ലേ? അവർ ഫിനാൻഷ്യൽ സ്ട്രെസ്. അപ്പോൾ നമ്മുടെ ഫിനാൻസസ്, നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് എങ്ങനെയാണ് ജിൽസ് സ്ട്രെസ് മാനേജ് ചെയ്യുന്നത്? നമസ്കാരം. സ്ട്രെസ് ഇല്ലാത്തൊരു ജീവിതത്തിലില്ല. എങ്ങനെയാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്? നമ്മൾ ആ സ്ട്രെസ് മാനേജ്മെൻറ്റ് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന സ്ട്രെസ് മാനേജ്മെൻറ്റ് പരാജയപ്പെട്ടു പോകാറുള്ളൂ. ഇന്ന് നമ്മുടെ ഉള്ളത് മൈൻഡ് സെറ്റ് കോച്ചായിട്ടുള്ള ഡോക്ടർ അജയ് അഗസ്റ്റിനാണ്. അദ്ദേഹം മൈൻഡ് സെറ്റ് കോച്ചായിട്ടും മെൻറ്ററായിട്ടും വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരുപാട് റിസർച്ചുകളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം നമ്മളെ സഹായിക്കും ഇന്ന് എങ്ങനെയാണ് നമുക്ക് ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് വളരെ വിജയകരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതെന്ന്. അജയ് നമസ്കാരം. നമസ്കാരം. നമ്മൾ പരാജയപ്പെട്ടു പോകുന്നൊരു സ്ഥലമാണ് സ്ട്രെസ്. സ്ട്രെസ് ഇല്ലാത്തവരില്ല. അത് മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യും, എപ്പോഴും പരാജയപ്പെട്ടിട്ടുള്ളൂ. അതൊന്ന് ഓവർകം ചെയ്യണം. നമുക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ജീവിതം വേണം. ഞാൻ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എങ്ങനെയാ ജിൽസ് സ്ട്രെസ് മാനേജ് ചെയ്യുന്നത്? എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സ്ട്രെസ് ഉണ്ടാകാറില്ല. ഇല്ല. സ്ട്രെസ് എനിക്ക് അങ്ങനെ, സ്ട്രെസ്സിനെ കുറിച്ച് ഞാൻ ആലോചിച്ചാൽ സ്ട്രെസ് എനിക്ക് വളരെ കുറച്ചേ ഉണ്ടാകാറുള്ളൂ. ഏത് മേഖലയിലാണ്, ജീവിതത്തിന്റെ ഏത് മേഖലയിലാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്? സ്ട്രെസ് ഉണ്ടാകുന്നത് എനിക്ക് ചിലപ്പോൾ മിക്കവാറും ജോലിക്ക് പോകുന്നത് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോലി സ്ഥലത്ത് എത്തുക, അതിനായിട്ടുള്ള ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെസ് എന്ന് പറയുന്നത്. ജോലി സ്ഥലത്ത് താമസിച്ചു പോവുക, അത് സമയത്തിന് മുമ്പ് എത്തുക, അതിനുവേണ്ടി ഫാസ്റ്റായിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളത് പറയുന്ന ഒറ്റ സ്ട്രെസ് മാനേജ്മെന്റ് ആണ് എൻ്റെ ഭാഗത്ത് നടക്കുന്നത്. ഫാസ്റ്റായിട്ട് വണ്ടി ഓടിച്ച് വീണ്ടും ആക്സിഡന്റിൽ അതെ. അല്ലെ, ഇത് ഹിന്ദിക്കാരാണെന്ന് പറയുന്നത് തോന്നുന്നു. എങ്ങനെ പറയുന്നത്, ജൽദി ജാഗത്തോ ലേറ്റ് പਹੁഞ്ചേക്കാം എന്നല്ലേ? നമുക്ക് ഹിന്ദി അത്രയ്ക്ക് അറിയത്തില്ലെങ്കിലും ഏകദേശം ഉമ്മാര് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതിനുള്ള ഏർലി പ്രിപ്പറേഷൻസ് ചെയ്യാൻ താല്പര്യമില്ല. ഈ ജോലി സ്ഥലത്തുള്ള അല്ലെങ്കിൽ വീട്ടിലുള്ള സ്ട്രെസ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഈ സ്ട്രെസ് വരാറുള്ള ആളല്ല. കാരണം ഞാനത് അതിന് മുമ്പ് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ആ സാഹചര്യം മനസ്സിലാക്കി ചെയ്യാന്നുള്ളതാണ്. പിന്നെ ജോലിയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്ട്രെസ്സുള്ള ജോലികളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യാന്ന് പറയുന്നതാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതലായിട്ട് സ്ലോ ഡൗൺ ചെയ്യുക. എന്ത് പ്രവൃത്തി ഇപ്പോൾ 100 പോകുന്നതാണെങ്കിൽ നേരെ 50 ആക്കുക, പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞു വർക്കിലേക്ക് പോകുന്ന ആ ഒരു വർക്ക് ബേസ്ഡ് ആയിട്ടാണുള്ളത്. അപ്പൊ ജിൽസിന് അതായിരിക്കാം. പക്ഷെ മറ്റു പലർക്കും ചിലപ്പോൾ ഹെൽത്തിന് സ്ട്രെസ് ഉള്ളവരുണ്ട്, അല്ലേ? അസുഖങ്ങളുള്ളവരുണ്ട്, അല്ലെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനുള്ളവരുണ്ട്, വെയിറ്റിന് കുറവുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിന് ബുദ്ധിമുട്ടാന്നുള്ളവർ. അങ്ങനെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള നമ്മുടെ രോഗമുണ്ട്, അല്ലാത്ത നമ്മുടെ ബോഡി കോൺഷ്യസ് കൊണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഹെൽത്ത് സ്ട്രെസ് ഉണ്ട്. അത് ശരിയാണല്ലോ? കറക്റ്റ്. അഗൈൻ വർക്ക് സ്ട്രെസ് ഉണ്ട്. വർക്ക് സ്ട്രെസ് പല രീതിയിലുള്ള വർക്ക് സ്ട്രെസ് ഉണ്ട്. വർക്ക് സ്ഥലത്ത് നമുക്ക് ആ ഒരു എൻവയറമെന്റ് സപ്പോർട്ടീവ് അല്ലെങ്കിൽ ഇതാണ്, അല്ലെങ്കിൽ നമ്മുടെ ടീം നല്ല അല്ലെങ്കിൽ ഇതാണ്, നമ്മുടെ മാനേജർ സ്ട്രെസ് ഇതല്ലെങ്കിൽ ഇതാണ്. അതുപോലെ തന്നെ വർക്കിൽ നമുക്ക് ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഇതാണ്, അല്ലെങ്കിൽ വർക്കിൽ ഓവർലോഡ്, അതുകൊണ്ട് നമുക്ക് ഈവനിങ് നമ്മൾ ടയേർഡ് ആകും, അല്ലെങ്കിൽ വർക്ക് ടു മച്ച് വർക്കാണ്, അത് സ്ട്രെസ്സാണ്, അല്ലേ? അപ്പൊ അതാണ് വർക്ക്. അതുപോലെ തന്നെ ബിസിനസ്സിൽ സ്ട്രെസ്. അപ്പോൾ നമ്മുടെ കരിയർ, നമ്മളൊരു കരിയർ ബിൽഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു കരിയർ പ്രോഗ്രഷൻ ഇല്ലെങ്കിൽ അതൊരു സ്ട്രെസ്സാണ്, അല്ലേ? അപ്പൊ അതാണ് രണ്ടാമത്തെ, ഹെൽത്ത്, വർക്ക്. ദെൻ നെക്സ്റ്റ് ഈസ് അവർ ഫിനാൻഷ്യൽ സ്ട്രെസ്. അപ്പോൾ നമ്മുടെ ഫിനാൻസസ്, നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ, നമുക്ക് സേവിങ്സ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ്സ് എ സ്ട്രെസ്. പല രീതിയിലുള്ള പല ഇതാണ്. അടുത്ത സ്ട്രെസ്സാണ് റിലേഷൻഷിപ്പ് സ്ട്രെസ്. നമ്മുടെ റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് സ്ട്രെസ് വിത്ത് ദ പാർട്ട്ണർ, വിത്ത് ദ പാരൻസ്, പാരന്റിങ് ടുവേർഡ്സ് ദ കിഡ്സ്, അല്ലെങ്കിൽ വിത്ത് ദ പീപ്പിൾ ഹൂ വി കണക്ട് വിത്ത്. ഈ ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ട്. ആദ്യ റിലേഷൻഷിപ്പ് പ്രോബ്ലമാണ് ഫൈൻഡിങ് റിലേഷൻഷിപ്പ്. ഇപ്പം നമ്മളെ സമൂഹത്തിൽ അറിയാൻ കല്യാണം കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഡേറ്റിംഗ് ഇസ് എ ബിഗ് ഡേറ്റിംഗ് പ്രോബ്ലം. ലൈക്ക്
ദിസ് ഇസ് എ ബിഗ് സ്ട്രെസ്. പിന്നെ അതുപോലെ തന്നെ പേടിയുണ്ട് ആൾക്കാർക്ക്. കാരണം കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആപ്റ്റായിട്ടുള്ള ആളാണ് കിട്ടുന്നത്, അതല്ലേ അങ്ങനത്തെ അത് ഭയങ്കര വലിയ വിഷയമാണ്. Yeah, that's okay. So that's the stress there. And then comes to social settings. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ചിലർക്ക് ഇത് പറ്റത്തില്ല. നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇത് ബിഹേവ് ചെയ്യാൻ, അല്ലെങ്കിൽ കൂടുതലായിട്ട് നെറ്റ്വർക്കിംഗ് കണക്ഷനിലുള്ള റിലേഷൻഷിപ്സ് സ്ട്രെസ് ഉണ്ട്. അടുത്തായിട്ട് നമ്മുടെ ഹോബീസ്, അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ റിക്രിയേഷൻ, അതിൽ സ്ട്രെസ് ഉണ്ട്. ഈവൻ എന്ന് വെച്ചാൽ എത്ര ആൾക്കാരുണ്ട് ഒരു വർഷത്തിൽ ഒരു ദിവസം ഹോളിഡേ പോകാൻ പറ്റാത്തവർ, അല്ലേ? അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഒരു പാറ്റേണിൽ മാത്രം ജീവിക്കുകയാണ്. അവർ ഹാപ്പി ആയിരിക്കും കേട്ടോ, ഹാപ്പി അല്ലെങ്കിലേ വിഷയമുള്ളൂ. ഹാപ്പി അല്ലെങ്കിൽ ആയിരിക്കാം. കാരണം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സ്ട്രെസ്ഡ് ആയിരിക്കും, പക്ഷെ സ്ട്രെസ്ഡ് ആയിരിക്കില്ല. പക്ഷെ ചില ആൾക്കാർ ഭയങ്കര സ്ട്രെസ്ഡ് തന്നെയാണ്. അപ്പൊ ആ ഒരു സാഹചര്യം ഇല്ലാത്ത ആൾക്കാരാണ് ഇറ്റ്സ് നോട്ട് ഫോർ എവരി വൺ. അപ്പൊ ആ ഒരു പല ഡിമാൻഡുകളിൽ പല എന്നാ പറയുന്നത് ആ ഒരു ടൈറ്റ് ആയിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ പോകുന്നവരുണ്ട്. അവർക്ക് ഇതിനുള്ള സമയമില്ല. ഇപ്പൊ ചിലപ്പോൾ 6 ദിവസം ജോലി ചെയ്യണം, രാവിലെ വൈകിട്ടും ജോലി ചെയ്യണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് ജോലി ചെയ്യണം, അല്ലെങ്കിൽ എന്നാ പറയുന്നത് വീട്ടിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് അത് എക്സ്ട്രാ ഡിമാൻഡായിട്ട് ഓവർ വർക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് ഇതാണ്. അടുത്താണ് നമ്മുടെ ഡെവലപ്മെൻറ്റ്. ആ ഒരു ഡെവലപ്മെൻറ്റ് നമ്മൾ ജീവിതത്തിൽ ഒരു ചെറിയ പ്രോഗ്രസ് എങ്കിലും നമുക്കുണ്ടെങ്കിൽ സന്തോഷമുള്ളൂ. അപ്പം ഇമാജിൻ ചോദിക്കും, ഞാൻ എന്നും എൻ്റെ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ആണെങ്കിൽ നമുക്ക് ഇതില്ല. അപ്പം ആ ഒരു സ്ട്രെസ് മീൻസ് പ്രോഗ്രഷൻ ഇല്ലാത്തത് നമുക്കൊരു ഇതാണ്. അപ്പം ഈ പല സ്ഥലങ്ങളുണ്ട്. ഇപ്പം വിചാരിച്ചാൽ കുറച്ചും കൂടെ സ്ട്രെസ് വന്നില്ലേ? അതെ, ഇങ്ങനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. നമുക്ക് പല സ്ഥലങ്ങളിലും സ്ട്രെസ് ഉണ്ട്, പക്ഷെ നമ്മൾ മറന്നു കിടക്കുവാണ് ആ സാഹചര്യം ഇല്ലാത്തത്. വി ആർ നോട്ട് aware of it, we have it. അപ്പോൾ എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്, സ്ട്രെസ് ഇസ് നോർമൽ. അപ്പോൾ പല രീതിയിൽ അത് അവരെല്ലാവരും ഹാൻഡിൽ ചെയ്യുന്നു. അപ്പം സ്ട്രെസ് ഉണ്ട്. ഒന്ന്, വി ആർ നോട്ട് പുട്ടിങ് അറ്റൻഷൻ ടു ദ കറക്റ്റ് പ്ലേൻസ്. അപ്പം എന്താണ് സ്ട്രെസ്? സ്ട്രെസ് നമ്മുടെ റിയാലിറ്റി ആൻഡ് ഡിമാൻഡ് ഉള്ള ഗ്യാപ്പാണ് സ്ട്രെസ്. അപ്പം നമ്മുടെ ഈ ഒരു റിയാലിറ്റിയും ഡിമാൻഡോടുള്ള ഗ്യാപ്പിൽ ആ ഗ്യാപ്പ് കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടും. അതായത് നമ്മൾ എലാസ്റ്റിക് വലിക്കുന്ന പോലെ ദർ ഇസ് എ റെസിസ്റ്റൻസ്. അപ്പോൾ ആ റെസിസ്റ്റൻസ് നമ്മളെങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ ഈ ഗ്യാപ്പ് കുറയ്ക്കുന്നതനുസരിച്ച് നമുക്കിത് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ ജീവിതത്തിൻ്റെ പല ഘടകങ്ങളിലെ സ്ട്രെസ് നമ്മളൊരു പെട്ടിക്കകത്തിട്ടാൽ എല്ലാ ദിവസവും ആ പെട്ടി നമ്മൾ തലവെച്ചുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പുറകിൽ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ്, അല്ലേ? അതെ, തീർച്ചയായിട്ടും അതെ. അപ്പം നമുക്ക് ഗെറ്റ് റിഡ് ഓഫ് ചെയ്യണം. അതൊന്ന്. അപ്പം ആ ഒരു ബാഗേജ് അല്ലെങ്കിൽ ആ ഒരു കല്ല്, അതിൻ്റെ വെയിറ്റ് നമ്മളെ ബാധിക്കുമ്പോഴാണ് ആ സ്ട്രെസ്സിൻ്റെ റിയൽ എഫക്റ്റ് നമ്മളെ ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഉള്ളിലുള്ള നമുക്ക് ആ ഒരു ഉള്ളിലുള്ള ആ ബാഗേജിനുള്ള കാര്യങ്ങൾ നമുക്ക് 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ മനസ്സിൽ കുറേ ബൗണ്ടറി, നമ്മളെ ലിമിറ്റേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പം വിശ്വാസങ്ങളാണ്. അപ്പം എനിക്കിതേ പറ്റുള്ളൂ എന്നുള്ള ഒരു വിശ്വാസമായിരിക്കാം. അപ്പോൾ അതായത് നമ്മുടെ അതുപോലെ നേരത്തെ പറഞ്ഞു, പ്രോഗ്രസ് നമുക്ക് ആവശ്യമാണ്, ഗ്രോത്ത് ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷൻ നമുക്ക് ആവശ്യമാണ്. അപ്പം ഈ ഒരു പ്രോഗ്രസ്സിൽ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നമ്മൾ ലിമിറ്റ് ക്രിയേറ്റ് ചെയ്തേക്കുവാണ്, അല്ലെ നമ്മളൊരു തെർമോസ്റ്റാറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അതനുസരിച്ചേ നമ്മൾ പ്രവർത്തിക്കുകയുള്ളൂ. പക്ഷെ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ ഉള്ള കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന്ന് മാറി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു ലിമിറ്റേഷൻ മാറ്റാതെ വരുമ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതൊന്ന് ലിമിറ്റേഷൻ. 2, ഈ നമ്മുടെ ഒരു ബൗണ്ടറി ആണ് ലിമിറ്റേഷൻ. ഈ നമുക്ക് ലിമിറ്റ് വെക്കുമ്പം വേറെ സംഭവിക്കുന്നുണ്ട്. ലിമിറ്റിന് അങ്ങേപ്പുറമുള്ള സാധനങ്ങൾ നമുക്ക് പറ്റത്തില്ല, കാണാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് അനുഭവിക്കാനും പറ്റത്തില്ല. പക്ഷേ ഇത് അനുഭവിക്കുന്നവരെ നമ്മൾ എപ്പോഴും നോക്കും, ഇല്ലേ? അവരെന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്തു, അവരെങ്ങനെയാ ചെയ്തേ, അത് നമ്മൾ ഈ ലിമിറ്റിനകത്ത് ഇരുന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഒരു സംഭവം അന്നേരം നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പോരായ്മ, ലാക്ക് ഉണ്ടാകും, സ്ട്രെസ്. അപ്പം ഈ സ്ട്രെസ് അല്ല. അപ്പൊ അതിനാണ് നമ്മൾ
ഞാൻ പോരാ എന്ന ഫീലിംഗ് നമ്മളുണ്ടാകുന്നു, ഓക്കെ. അല്ലേ? അപ്പോൾ നമ്മൾ ലിമിറ്റേഷൻ ആണെന്ന് പറഞ്ഞാലും നമുക്കൊരു ലാക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. അതുപോലെ തന്നെ നമുക്കൊരു ദർ ഇസ് എ ലോസ് ഓൾസോ. നമ്മൾ അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും നോക്കുന്നത് എന്താ, അവർ ചെയ്തു ഇവർ ചെയ്തു, അപ്പം എനിക്ക് പറ്റാത്തത് അവർക്കൊക്കെ ഉണ്ട്, അപ്പോൾ അതിലൊക്കെ എത്താൻ നമുക്കും ആഗ്രഹമുണ്ട് ഉണ്ട്. അപ്പോൾ ആഗ്രഹങ്ങൾ നമുക്ക് ഉള്ളിൽ ഈ പറഞ്ഞ റെസിസ്റ്റൻസ് നമുക്ക് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു ആ ഒരു ഫീലിംഗ് ലാഫ്ക്കുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ആണ് നമുക്ക് ഈ ഇൻസെക്യൂരിറ്റി എന്ന സംഭവം ഉണ്ടാകുന്നു. അപ്പം ഈ നമുക്ക് ഇല്ലായ്മ പോരായ്മ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇല്ല, സ്ട്രെസ് ആയിരിക്കും. സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബ്രെയിന് നോർമലായിട്ട് വി വാണ്ട് ടു ബി സേഫ്. പക്ഷേ നമ്മൾ ചിന്തിച്ച് നമ്മൾ ഈ പറഞ്ഞ നമ്മൾ സേഫ് ആക്കാനുള്ള ഇതിൽ നിന്ന് മാറി ഇൻസെക്യൂരിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെ നമ്മുടെ സേഫ്റ്റി ഇല്ലാതാക്കുന്നു. നമ്മൾ സേഫ് അല്ലാന്ന് വിചാരിക്കുന്നു, നമ്മൾ പോരാന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ അതിന് അഗൈൻസ്റ്റ് ആയിട്ട് ബ്രെയിൻ നമ്മളെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇതിനെ നമ്മൾ സർവൈവ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് നമ്മൾ സേഫ്റ്റി പോകാനുള്ള ഇത് ചെയ്യണം. അപ്പോൾ അതായത് ബ്രെയിൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്കല്ലേ, നമ്മളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ. അതാണ് നമ്മുടെ ബ്രെയിനിൻ്റെ പ്രൈമറി ഫങ്ഷൻ ഇസ് പ്രൊട്ടക്ഷൻ. പക്ഷേ നമ്മുടെ ചിന്തകൾ, പക്ഷെ അത് പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടി ബ്രെയിൻ നോക്കുന്നത് നമ്മളെ ശരിക്കും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാതെ നമ്മൾ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ലേ? എക്സ്ക്യൂസ് ആണ് അത്. ബേസിക്കലി സർവൈവൽ ഇസ് ദ ഫസ്റ്റ് തിങ് അല്ലേ? അതെ, സർവൈവൽ, സേഫ്റ്റി, സെക്യൂരിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഇപ്പം ഈ 4 കാര്യങ്ങളാണ് നമ്മൾ വേണ്ടത്. അതാണ് ബ്രെയിൻ നോക്കുന്നത് അല്ലേ? അപ്പോൾ അതിലാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് ഇതെല്ലാം ഒഴിവാക്കുക ചെയ്യുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത്? ഹാർഡ് വർക്ക് ഉണ്ട് ഇതിന്റെ പിന്നിൽ. ഹാർഡ് വർക്ക് ഉണ്ട്. ഇത് എല്ലാവർക്കും പറ്റില്ല. വാട്ട് ഹാപ്പൻസ് ഇൻ ദ സ്ട്രെസ്? ദൈവം എല്ലാം ഉണ്ടാക്കി പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി. അപ്പൊ ഉണ്ടാക്കിയതിന്റെ കൂടെ എന്നാൽ ഈ ബ്രെയിനുള്ള ഈ റെസിസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവ് മാറ്റിയിട്ട് എല്ലാവരും നന്നായിട്ട് ജീവിക്കുക, നമുക്ക് എന്താഗ്രഹം വന്നാലും അത് സാധിക്കാനായിട്ട് ബ്രെയിൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കില്ല. പക്ഷെ അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ തിങ്കിങ് ഓപ്പോസിറ്റ് വേ. അതെ, കാരണം ബ്രെയിൻ അതാ ചെയ്യുന്നത്. അല്ല, ബ്രെയിൻ അതല്ല, നമ്മൾ ചിന്തിച്ച് നമ്മളൊരു ഇതുപോലത്തെ എനിക്ക് പോരാ, there is a lack, there is a limitation, there is a loss, that's what we are putting into the brain through our thinking. നമ്മൾ ഇത് ചിന്തകളാണ്, നമ്മുടെ ചിന്തകൾ ഈസ് വർക്കിംഗ് അഗെയിൻസ്റ്റ് ബ്രെയിൻ. അപ്പോൾ there is a conflict. അപ്പോൾ അതാണ് ജനറലായിട്ട് ആ ഒരു സ്ട്രെസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഫ്യൂച്ചറിൽ തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് പേടി, സംശയം. ഈ മൈഗ്രെയിൻ ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്, ഈ സ്ട്രെസിന്റെ ഭാഗമല്ലേ? സ്ട്രെസിന്റെ ഭാഗമായിട്ടാണ്. അത് ഓരോരുത്തരുടെ ഇന്റൻസിറ്റി, ലെവൽ ഓഫ് ഇന്റൻസിറ്റി അതുപോലെ നമ്മുടെ അവരുടെ എക്സ്പീരിയൻസ് പോലെയാണ്. ചിലപ്പോൾ ജോലിയിലേ ആകാം, വീട്ടിലേ ആകാം, അല്ലേ? കൂടുതലും വീട്ടിലാണെന്ന് തോന്നുന്നു. അപ്പൊ ഇതിനെല്ലാം ബാധകമാകും. അത് ഞാൻ നേരത്തെ പറഞ്ഞേ, പല ലെവൽസ് ഓഫ് നമ്മുടെ പല ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ സ്ട്രെസ്സിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് അനുസരിച്ചായിരിക്കും വ്യത്യാസം. ഇത് നമ്മൾ ഫോർവേഡ് ചെയ്യാറുണ്ട്, മീൻസ് നമ്മൾ നെക്സ്റ്റ് ജനറേഷൻസിലേക്കൊക്കെ ഫോർവേഡ് ചെയ്യുന്ന മീൻസ് നമ്മുടെ DNA-യിലൂടെ എവറിത്തിങ് ഈസ് കണക്റ്റഡ്, എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഇപ്പോൾ ഉള്ളതുപോലെ ആയിരിക്കണമെന്നില്ല. ബട്ട് there is also coming chance ഉണ്ട്. There comes the bonding. Okay. Whoever we connect. So first is the boundary, right? So next thing is the bonding. So നമ്മൾ ഈ ഒരു ബൗണ്ടറി ഉള്ളവർ, അങ്ങനെയുള്ള ആൾക്കാർ, നമ്മൾ സിമിലർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ളവരാണ് ജനറലായിട്ട് കണക്ട് ആവുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു തീക്കകത്തേക്ക് ആളെ കത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പം ചില കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യുക, പക്ഷെ സ്റ്റിൽ ദേ ആർ നോട്ട് കമ്മിങ് ഔട്ട് ഓഫ് ദ സ്ട്രെസ്. അപ്പോൾ ആ ഒരു ഫയർ ഇങ്ങനെ പിന്നെ തന്നെ ആ ഒരു സ്റ്റോറി സെയിം തന്നെ നമ്മൾ സെയിം സർക്കിളിലാണ്, പുറത്തിയാടുന്നില്ല. അപ്പോൾ അതാണ് നമ്മുടെ പുറത്തിയാടുക ബുദ്ധിമുട്ടാണ്, മീൻസ് പെയിനാണ്. അപ്പോൾ അതാണ് നമ്മൾ ബൗണ്ടറി, നമ്മുടെ ബോണ്ടിങ്സ്, നമ്മുടെ അറ്റാച്ച്മെന്റ്സ്, അസോസിയേഷൻസ്, നമ്മുടെ ആക്ടിവിറ്റീസ്. അപ്പം നമ്മുടെ തിങ്കിങ് ഇങ്ങനെയാണെങ്കിൽ ആ തിങ്കിങ്ങിനനുസരിച്ച് നമ്മൾ നമ്മുടെ കണക്ഷൻസ് ബിൽഡ് ചെയ്യും. അടുത്തപോലെ തന്നെ അടുത്താണ് നമ്മുടെ ബ്ലോക്സ്, അതുപോലെ നമ്മുടെ വാല്യൂസ്. നമ്മളെ ഒരു മനുഷ്യനെ ലീഡ് ചെയ്യുന്നു അവരുടെ വാല്യൂസ് ആണ്. അപ്പോൾ അവർക്കൊരു ഇന്നറായിട്ടുള്ള കോർ വാല്യൂസ് ഉണ്ട്.
അപ്പോൾ പലർക്കും പല വാല്യൂസ് ആയിരിക്കും. ആ കോർ വാല്യൂസ് ആണ് അവരെ ലീഡ് ചെയ്യുന്നത്. പക്ഷേ ആ വാല്യൂസ് ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അല്ല ഈ പറഞ്ഞ പല ജീവിതത്തിലെ ലെവലുകളിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ആ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ കോൺഫ്ലിക്റ്റ്. ദാറ്റ് കോൺഫ്ലിക്റ്റ് ഗീവ്സ് എ സ്ട്രെസ്. വാല്യൂവിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല അല്ലേ? പറ്റത്തില്ല. പക്ഷേ സംടൈംസ് യു നീഡ് ടു ഡു ഇറ്റ്. സംടൈംസ് നമ്മുടെ we can be kind, generous, but we don't have to, അല്ലേ? നമ്മളിപ്പോൾ എപ്പോഴും കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഉണ്ടോ? അല്ല, there is a conflict whether to do it or not to do it. Without that, how will you survive? How whether you are compromising here or there. അതൊരു കംഫർട്ട് സോൺ അല്ലേ അത്? ബ്രേക്ക് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ because it depends on the person's belief. അപ്പോൾ അവരുടെ വിശ്വാസം. എൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം ഇതാണ് എൻ്റെ ക്വാളിറ്റി എന്ന് എനിക്കറിയാം, എന്നാണ് നേച്ചറിന്. പക്ഷേ തന്നെ നമ്മൾ വേറെ പലരുമായിട്ട് സാഹചര്യമായിട്ട് നമ്മളത് ബ്രേക്ക് ചെയ്യുകയെന്ന് കൂട്ടിക്കും. മീൻസ് വേറെ ആൾക്ക് വേണ്ടി നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. ആ കോംപ്രമൈസ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു കംഫർട്ട് സോണാണ്. ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ നമ്മളോട് കോംപ്രമൈസ് ചെയ്യുന്നത്. പക്ഷേ ബ്രേക്ക് ചെയ്യാൻ ഇതോടെയാണ് ബ്രേക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ട് ബ്രേക്ക് ചെയ്യുന്നതും താല്പര്യം ഇല്ലാതെ ബ്രേക്ക് ചെയ്യുന്നതും വ്യത്യാസം അല്ലേ? അവിടെയാണ് കോൺഫ്ലിക്റ്റ്, അവിടെയാണ് സ്ട്രെസ്. ഓക്കെ, റൈറ്റ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസങ്ങൾ, ചില വിശ്വാസങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് ശരിയാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ എനിക്ക് ആ വിശ്വാസം ശരിയായിരിക്കാം, പക്ഷെ ജെൽസിന് അത് ചിലപ്പോൾ തെറ്റായിരിക്കാം. അപ്പോൾ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ്. അതുപോലെ തന്നെ നമ്മൾ അടുത്താണ് നമ്മുടെ ഇമോഷണൽ ബ്ലോക്ക് നമുക്കുണ്ടായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന ട്രോമ മുറിവുകൾ, അതും ഒരു ബ്ലോക്കായിട്ട് നമ്മുടെ ശരീരത്തിലിറക്കും. നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ട്. അതെല്ലാം ഈ ഒരു ബാഗേജ് നമ്മൾ ഇത് ചെയ്യണം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ ഇന്റേണൽ ബാഗേജിൽ ആയിട്ട് നമ്മുടെ ഈ സ്ട്രെസ്സായിട്ട് നമുക്ക് ഹെവി ആയിട്ട് നമ്മൾ ക്യാരി ചെയ്യുന്നത്. അപ്പം ഈ ബാഗിലുള്ള കാര്യങ്ങൾ, ഈ ലിമിറ്റേഷൻ ഒഴിവാക്കുക, അല്ലെങ്കിൽ നമുക്ക് നഷ്ടബോധങ്ങൾ നമ്മൾ മാറ്റുക, അതുപോലെ തന്നെ ആ ഒരു ബൗണ്ടറി എക്സ്പാൻഡ് ചെയ്യുക, നമ്മുടെ ബ്ലോക്കുകൾ റിമൂവ് ചെയ്യുക, അതുപോലെ തന്നെ പുതിയ കണക്ഷൻസ്, പുതിയ നെറ്റ്വർക്കുകൾ, നമുക്ക് ഗ്രോയിങ് ആയിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള നെറ്റ്വർക്കുകൾ, കണക്ഷൻസ് നമ്മൾ ബിൽഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ട്രെസ് ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിനുള്ള ചേഞ്ചസുകൾ നമ്മൾ വ്യത്യാസം വരും. പുതിയ തീരുമാനങ്ങൾ എടുക്കുക, പുതിയ ആക്ഷൻസ് എടുക്കുക, അതനുസരിച്ച് നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. അപ്പം പക്ഷെ അതുകൊണ്ടാണ് ഇപ്പം സ്ട്രെസ് മാനേജ്മെൻറ്റിൽ പറയും, മെഡിറ്റേഷൻ ചെയ്താൽ സ്ട്രെസ് മാറും. പക്ഷേ ഈ പറഞ്ഞ ബ്ലോക്കുകൾ ഇതിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ പ്രോബ്ലം. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഏത് മേഖലയിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്ട്രെസ് റിലീഫ് കിട്ടത്തുള്ളൂ. തലവേദനയുള്ള ഒരാൾ നമുക്ക് ഫിസിക്കൽ അല്ലെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ചിന്തിക്കാൻ സാധിക്കും. എനിക്ക് തലവേദന വരുന്നതോ മൈഗ്രെയിൻ വരുന്നതോ എനിക്ക് സ്ട്രെസ് എവിടെയോ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ എനിക്ക് ഹസ്ബൻഡുമായിട്ടായിരിക്കാം, വൈഫുമായിട്ടായിരിക്കാം, ഫാദറുമായിട്ട്, മദറുമായിട്ട്, ബ്രദറുമായിട്ട്, അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ളതായിട്ടായിരിക്കും. അത് നമ്മൾ സ്ലോലി ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കത് ട്രീറ്റ് ചെയ്ത് നമുക്കതിൽ നിന്ന് പുറത്ത് ചാടാനായിട്ട് സാധിക്കും, അല്ലേ? അപ്പോൾ അതൊന്നും നമുക്ക് ആദ്യം തന്നെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ അതനുസരിച്ച് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് സ്വയം ചെയ്യാം. കാരണം ഇപ്പോൾ ഇഷ്ടംപോലെ എന്താ പറയുക ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്, ടൂൾസ് അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ അജയെ പോലെയുള്ള ആൾക്കാരുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ആയിട്ടുള്ള ഡോക്ടേഴ്സുമായിട്ടോ അതിൻ്റെ തെറാപ്പിസ്റ്റൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് നമുക്ക് മാറ്റി നല്ല സന്തോഷമുള്ള മുഖത്ത് നല്ല പ്രസാദമൊക്കെ ഉള്ള ആളായിട്ടല്ലേ. ചില ആൾക്കാർക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പോലെ നല്ലൊരു ഓറയാണ്, ഭയങ്കര ഹാപ്പിനെസ്സാണ്. അവർ വരുമ്പോൾ തന്നെ ആ റൂം അപ്ലിഫ്റ്റ് ചെയ്യും, ഇല്ലേ? ചില ആൾക്കാർ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. അപ്പം അത് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് അപ്പം അതാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ മൈൻഡ് സെറ്റ് അപ്ഗ്രേഡ് ചെയ്യുക, അതുപോലെ നമ്മുടെ ഇമോഷണൽ ബ്ലൂ പ്രിന്റ് അപ്ഗ്രേഡ് ചെയ്യുക, നമ്മുടെ സപ്പോർട്ടീവ് നെറ്റ്വർക്ക് അപ്ഗ്രേഡ് ചെയ്യുക, അതുപോലെ നമ്മുടെ ചേഞ്ചസിലുള്ള ഓപ്പറേഷൻസ്, നമ്മുടെ മെത്തേഡ്സ്, നമ്മുടെ പ്രിൻസിപ്പിൾസിലുള്ള നമ്മുടെ വാല്യൂസിലുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് when it's go have a alignment, everything has to connect together, all the dots working together. ചിലപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് സ്ട്രെസ്സ് കിട്ടുന്നത് അവരത് നമ്മുടെ ഒരു ശത്രുവായിട്ട് കാണും. സ്ട്രെസ്സ് കിട്ടുന്നത് ശരിക്കും ശത്രുവായിട്ട് കാണണ്ട, അതൊരു സാഹചര്യമാണ്. നമുക്ക് വളരാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നതാണ്. ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഗോ ത്രൂ ചെയ്യണം. മീൻസ് അത് നമ്മൾ റണ്ണവേ ചെയ്യാതെ അത് പഠിച്ച് അതിൽ നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഗ്രോ ചെയ്യുക, അല്ലേ? ഒരു സ്പിരിച്വൽ ഗ്രോത്ത്, ഒരു ഫിസിക്കൽ ഗ്രോത്ത്, ഒരു ഹോൾസം ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പ്രശ്നങ്ങൾ വരുന്നത് നല്ലതാണ്, അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, അല്ലേ? അത് നമ്മൾ
തിരിച്ചറിയണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ പിന്നെ അതേപോലെ തന്നെ എനിക്ക് തോന്നി മറ്റേ നമ്മൾ ഈ സ്ട്രെസ് വരാനായിട്ട് പറഞ്ഞില്ലേ, റിലേഷൻഷിപ്പ് ഒരു പ്രശ്നമാണല്ലേ. അപ്പോൾ നമുക്ക് ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നമ്മളത് മറ്റൊരാളുടെ തിങ്കിങ്ങും പേഴ്സണാലിറ്റിയും അയാളുടെയും നമുക്ക് ഒരിക്കലും 100% ആക്കാൻ പറ്റില്ല. നമ്മൾ വേറൊരാളെ ചേഞ്ച് ചെയ്യാൻ നോക്കുക വേണ്ട, അല്ലേ? അത് ആ വ്യക്തിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാൻ പറ്റുന്നത് എനിക്ക് മാത്രമാണ്, അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് ആരെയും പെർഫെക്റ്റ് ആക്കാൻ നോക്കണ്ട, ഞാനും പെർഫെക്റ്റ് ആകാൻ നോക്കണ്ട. ആ വ്യക്തി തെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഞാനും അതേപോലത്തെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, അല്ലേ? ഫോർഗീവ്നെസ് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ഓൾവേസ് ഫോർഗീവ്നെസ് 3 പ്രിൻസിപ്പിളാണ്. വൺ ഈസ് ഗ്രാറ്റിറ്റ്യൂഡ്. മെനി തിങ്സ് വി ക്യാൻ ബി താങ്ക്ഫുൾ ഫോർ, അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്പർ 2 ഈസ് ഫോർഗീവ്നെസ്. നമ്മൾ നമ്മളെ തന്നെ ക്ഷമിക്കുക. അപ്പം നമ്മുടെ തെറ്റുകൾ നമ്മൾ തന്നെ ക്ഷമിക്കുക. ആ ക്ഷമ അപ്പം നമുക്ക് തന്നെ ക്ഷമ കൂടുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ തെറ്റ് നമുക്ക് പൊറുക്കാൻ ശ്രമിക്കാൻ പറ്റും. 2, 3 ട്രൈ നോട്ട് ടു കൺട്രോൾ and give surrender to the universe or the God. Because there is always everything is energy and everything is organized for you. ജിൽസ് ഇന്ന് ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നു, നേരത്തെ തീരുമാനിച്ച കേസാ. It is all somewhere there's a destiny, right? So just go with it. Sometimes we need to, instead of controlling or overthinking or overdoing, just surrender. Overdoing പോലെ തന്നെയാണ് റിപ്പീറ്റ്ലി തിങ്കിങ്, ഇല്ലേ? റിപ്പീറ്റ് തിങ്കിങ് ഒരു വലിയൊരു പ്രശ്നമല്ലേ നമ്മുടെ. So I think that's the simple 3 things that you can do for a general stress management. But there are things when you identify deep, you can find there are more tools that you can help for individual situation. So maybe it's a work problem, maybe it's a relationship problem, maybe it's a health problem, or it's a emotional problem. So if they need a help, so this is what we need to identify, work through their each element. ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബോട്ടം ലെവൽ ആയിട്ടുള്ളത് ഇപ്പം അജയ് പറഞ്ഞാന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന് ഇത് എന്താ പറയുന്നത്, ഫോർഗീവ്നെസ്, ഗ്രേറ്റ്ഫുൾ, അതേപോലെ തന്നെ ഡോണ്ട് കൺട്രോൾ. അപ്പോൾ തന്നെ നമ്മുടെ സ്ട്രെസ് മുഴുവൻ പോയി, അല്ലേ? ഈ 3 നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും ജസ്റ്റ് അനലൈസ് ചെയ്യുക, നമ്മളെ സിറ്റുവേഷൻ അനലൈസ് ചെയ്യുക, പ്രോബ്ലം സോൾവ്. ഫോർഗീവ്നെസ് ഒരു വലിയ സംഭവം ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയ സംഭവങ്ങളിൽ നിന്ന് ഫോർഗീവ്നെസ്സും അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, സറണ്ടർ. അജയ്, വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. വളരെ നല്ലൊരു ടോക്കായിരുന്നു. വളരെ സിമ്പിളാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഗുണം ചെയ്യുന്നൊരു സംഭവമാണ് ഈ അജയ് പറഞ്ഞ 3 കോർ വാല്യൂസ്: ഫോർഗീവ്നെസ്, അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, ഡോണ്ട് കൺട്രോൾ, സറണ്ടർ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതേപോലെ തന്നെ നല്ലൊരു ലൈഫ്, എല്ലാവർക്കും നല്ലൊരു ഫാമിലി ലെഗസി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. ആ അനുഗ്രഹം സ്വീകരിക്കാനായിട്ട് നമ്മൾ മനസ്സ് തുറക്കുക. താങ്ക് യു. താങ്ക് യു.